കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. അതീവ സുരക്ഷാ സെല്ലിന്റെ കമ്പികൾ അറുത്തുമാറ്റി രക്ഷപ്പെട്ടത് പുലർച്ചെ 1:15. പോലീസ് പരിശോധന ആരംഭിച്ചത് 6 മണിക്കൂറിന് ശേഷം. രക്ഷപ്പെട്ടത് 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്ന്. ഗോവിന്ദച്ചാമിക്ക് ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചോ എന്നും സംശയം. കണ്ണൂർ ഡിഐജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ഡിജിപി. സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്കൂൾ സമയമാറ്റത്തിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വിളിച്ച ചർച്ച ഇന്ന്. സർക്കാർ നിലപാട് മതസംഘടനകളെ ബോധ്യപ്പെടുത്തും. ചർച്ച സമസ്ത അടക്കമുള്ള സംഘടനകളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മതസംഘടനകൾക്ക് വഴങ്ങി സമയമാറ്റം ഒഴിവാക്കിയാൽ സമരമെന്ന് ബിജെപി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇന്നു മുതൽ. ഡിജിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിക്കും. ആരോപണ കാലയളവിൽ കർണാടകയിൽ കാണാതായ മുഴുവൻ പേരുടെയും വിവരങ്ങൾ ശേഖരിക്കും. അന്വേഷണ സംഘത്തിൽ നിന്ന് പിന്മാറിയ ഡിസിപി സൗമ്യലത IPSന് പകരം ആരെന്നതിൽ തീരുമാനമായില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ഉപരാഷ്ട്രപതിയുടെ രാജിയിലും വിശദീകരണം ആവശ്യപ്പെടും. പാർലമെന്റ് കവാടത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരും. പുതിയ ഉപരാഷ്ട്രപതിക്കായുള്ള ചർച്ചകൾ സജീവമാക്കി BJP. ഘടകകക്ഷികളുമായി തിരക്കിട്ട കൂടിയാലോചനകൾ.